ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? എന്നെ ജിഹാദി എന്ന് വിളിച്ചു ലക്ഷ്മിപ്രിയ. അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികൾ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ജിഹാദി എന്ന് വിളിച്ചിട്ടാണോ ഒരാളെ ട്രോളുന്നത്? പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ ട്രോൾ ചെയ്തതാണെന്ന്. ജിഹാദി എന്ന് വിളിച്ചിട്ടാണോ ഒരാളെ ട്രോളുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷ്മിപ്രിയയുടെ ഒരു പ്രസ് കോൺഫറൻസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതിനകത്ത് ലക്ഷ്മിപ്രിയ അവിടെ ഗൂഢമായി പറഞ്ഞിരുന്നു, തമാശയ്ക്ക് പറഞ്ഞു, തീരെ തമാശയല്ലാതെ പ്രസ് കോൺഫറൻസിൽ അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികൾ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? നിങ്ങൾ ചോദിച്ചോ ആരാണ് ആ മത തീവ്രവാദികളെന്ന്? തെളിവ് ചോദിക്കാത്തത് എന്താ? സാധാരണ വന്ന് മലയാളികളോട് സംസാരിച്ചിട്ട് പോയാൽ നിങ്ങൾ പുറകെ നിന്ന് ചോദിക്കുമല്ലോ അത് പുറത്തു വിടാൻ. എന്താ വിടാത്തെ? എന്താ ചോദിക്കാത്തെ? എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും അത് പറഞ്ഞിട്ട് ഇവിടെ സ്വസ്ഥമായി നടക്കാൻ സാധിക്കുന്നത്? എന്തെല്ലാം പറഞ്ഞ് വ്യക്തിപരമായി ആക്ഷേപിച്ചു. ആ ക്ലിപ്പ്, ഒരു ചാനലിൽ വന്ന ക്ലിപ്പ് കഴിഞ്ഞിട്ട് അൻസിബേനെ വിളിച്ചു പറയുകയാണ്, ചേച്ചി 9 മാസം ഞാൻ ഇതാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു കാര്യം പറയുമ്പോൾ, പണം വെട്ടിക്കരുതെന്ന് പറയുമ്പോൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത പണമേ ചെലവാക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ, ധൂർത്ത് നടത്തരുതെന്ന് പറയുമ്പോൾ, ഈ പണം ഇതിനുള്ളതല്ല എന്ന് പറയുമ്പോൾ, വ്യക്തിപരമായി ഇരുന്ന് ഇതുപോലത്തെ അശ്ലീലം പറഞ്ഞ് എന്നെ മുഴുവൻ സമയം നോക്കിയും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന കുറെ പേരെയുമാണ് ഞാൻ അവിടെ കണ്ടത്. ചേച്ചി ഇതാണ് ഞാൻ അനുഭവിച്ചത് എന്ന് പറയുക. പണം വാങ്ങിയപ്പോൾ എന്താണെന്ന് പറഞ്ഞു. ഈ വിവാദത്തിൽ എല്ലാവരുടെ സ്ഥലത്ത് നിന്നാണ് പണം വാങ്ങുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇത് കമ്മിറ്റിയിൽ ശ്വേത ചേച്ചിയാണ് ആദ്യം കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. അത് എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി മാറി. 25 ലക്ഷം അവിടെ പോയി എന്ന് എനിക്കറിഞ്ഞു. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല ഈ കാര്യം. അമ്മയിൽ 32 വർഷമായിട്ട് ഒരു മതസ്ഥാപനങ്ങളും കടന്നുകൂടിയിട്ടില്ല, ഒരു മതചിഹ്നങ്ങളും കടന്നുകൂടിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ഒരു ടെമ്പിൾ കൊണ്ടുവരികയാണെങ്കിൽ നാളെ ഒരു മോസ്ക് വരും, പിന്നീട് ഒരു ചർച്ച് വരും, അങ്ങനെ മതസ്ഥാപനങ്ങൾ വരും, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരും. അത് വരാൻ പാടില്ല. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥാപനമാണ് അമ്മ. അമ്മയിൽ അങ്ങനെ കൊണ്ടുവരരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെന്ന് പറഞ്ഞോ അന്ന് തുടങ്ങി ഏറ്റവും കൂടുതലുള്ള വൈരാഗ്യം കാണിക്കാൻ, എനിക്കെതിരെ വ്യാജ പരാതി കൊടുപ്പിക്കുന്നു ലക്ഷ്മിപ്രിയയെ കൊണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു നോട്ടീസ് പോലും ഇല്ലാതെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കേസ് ഞാൻ കൊടുത്തിട്ട് അതിന് FIR ഇടാൻ തയ്യാറല്ല. പക്ഷെ എനിക്കെതിരെ FIR ഇല്ലാത്ത ഒരു കാര്യത്തിന് ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ വിളിച്ചു വരുത്തി 3 മണിക്കൂർ എന്നെ ഹരാസ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിയുമായിരുന്നു. അതിനുശേഷം ഞാൻ ടിനി ടോമിനെതിരെ പരാതി കൊടുത്തു. FIR ഇട്ടില്ല. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പോയിട്ട് പരാതി കൊടുത്തത്. ഇതില് പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീട് ഞാൻ അത് കോടതിയിൽ പോയിട്ടാണ് ഞാൻ അത് FIR ഇടിപ്പിച്ചത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ട്രെയിലർ ഇറക്കുന്നു, ടീസർ ഇറക്കുന്നു, പ്രീമിയർ ചെയ്യുന്നു, ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിലാണത് നടക്കുന്നത്. ഞാൻ അന്ന് അതിയായി വിഷമിച്ചിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. ഇത് എങ്ങനെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലാണ്, അതായത് ഭീഷണിയുടെ സ്വരത്തിലാണ് ആദ്യം ട്രെയിലർ ഇടുന്നത്. ട്രെയിലറിൽ ഒരു പോർഷൻ കട്ട് ചെയ്ത് കാണിക്കുന്നു, എന്നിട്ട് അതേ ചാനൽ ക്യാൻ എന്ന് പറഞ്ഞ ചാനലിൽ എഴുതി കാണിക്കുകയാണ്, ഇതിന്റെ 1ാം ഭാഗം നാളെ 4 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും, 2ാം ഭാഗം അതിന്റെ നെക്സ്റ്റ് ദിവസം ഇടുന്നതായിരിക്കും. എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ പറയാൻ അവസരം കേരളത്തിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ പേര് ആണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്. എത്രയോ ആത്മഹത്യകൾ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് എങ്ങനെയാണ് കേരളം മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രത്തോളം സ്വാധീനമുണ്ടോ? ഞാൻ കൊടുത്ത പരാതി, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ എന്റെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വ്യക്തിഹത്യക്കെതിരെ എന്ന്. അങ്ങനെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി അവർ കണ്ടിട്ടില്ല എന്നാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിങ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, FIR ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തതില്ല. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാർ?
അല്ല, അത് ഞങ്ങൾ 14 ദിവസം ഒന്ന് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ട്യാ തന്നെ കേസുണ്ട്. എഫ്ഐആർ ഇട്ടാൽ എന്താണ് കുഴപ്പം? എഫ്ഐആർ ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ അത് കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും എഫ്ഐആർ ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്.